മറവൻകോട് യക്ഷി. അധ്യായം 4. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന രുദ്രനെ സാവിത്രിയുടെ 18 അടവും പ്രയോഗിച്ച് തിരിച്ചു വിളിക്കുകയായിരുന്നു ലക്ഷ്യം. തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാവിത്രി തളയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു രുദ്രൻ്റെ ലക്ഷ്യവും. കഴിഞ്ഞകാല സ്മരണകൾ വീണ്ടും മനസ്സിൽ തെളിയുന്നതിനായി കണ്ണുകൾ അടച്ച് പൂർവാധികം ശക്തിയിൽ പ്രാർത്ഥിച്ചു. പൂർവകാല സ്മരണകൾ മനസ്സിൽ തെളിഞ്ഞപ്പോൾ അതിശയിച്ചുപോയി. ഹൃദയത്തിൻ്റെ അടിയിൽ മയങ്ങിക്കിടന്നിരുന്ന ഓർമ്മകൾക്ക് എന്തുകൊണ്ടോ പൂർവാധികം തിളക്കം കിട്ടിയതുപോലെ. വേദനയുടെയും കണ്ണുനീരിൻ്റെയും കയ്പു കലർന്ന ഓർമ്മകളിൽ ആരതിയെ മോചിപ്പിക്കാൻ വേണ്ടി കീർത്തനങ്ങളിലൂടെ ദേവദാസ സങ്കല്പങ്ങൾക്കു മുമ്പിൽ ഹൃദയം കൊണ്ട് നമസ്കരിച്ചു. സമുദ്രവാസനേ ദേവി പർവ്വതസ്ഥതന്നെ മണ്ഡിതേ ഹരിപ്രിയേം നമസ്തുതവും പാദസ്പർശം ക്ഷമാക്ഷസ്വമേ. മനസ്സു വീണ്ടും വഴിതെറ്റി പഴയ ഓർമ്മകളിൽ ചെന്ന് മുട്ടാതിരിക്കാൻ പഴകി ജീർണിച്ച് നിലമ്പത്താനായ തൻ്റെ ഇല്ലം ഒരു സ്മൃതിചിത്രമായി രുദ്രൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അച്ഛനെയും അമ്മയെയും വല്യമ്മാമയും എല്ലാം ഓർത്തു. എൻ്റെ കുട്ടിക്ക് മഹാമായയുടെ കാവലുണ്ടാവും, ഇടയ്ക്ക് അമ്മ പറയാറുള്ളതാണ്. അമ്മമ്മ എത്ര പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതിരുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ തന്നെ ആയിരിക്കും. നിർഭാഗ്യങ്ങളിലൂടെ പീഡന അനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ എവിടുന്ന് ആത്മശക്തി കിട്ടി? ഇനി മഹാമായയെ ധ്യാനിച്ച് മനസ്സിൽ നിർത്തണം. താൻ തനിച്ചല്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിക്കോട്ടെ. കൂടെ മഹാമായ ഉണ്ടല്ലോ. ഒടുവിൽ അമ്മ പറഞ്ഞത് അതുതന്നെയാണല്ലോ. മഹാമായ കാവലുണ്ട് എപ്പോഴും. ഓർമ്മകൾ കൊണ്ട് മനസ്സ് വിങ്ങുമ്പോൾ മനസമാധാനത്തിനു വേണ്ടി ഭഗവതിയെ ധ്യാനിക്കണം. ശ്രീ ദുർഗ ത്രിജഗ മാതാ, ശ്രീ മഹൽ കൈലാസവാസിനി. മഹാമായയെ മനസ്സിൽ ധ്യാനിച്ചതു മുതൽ മനസ്സിന് ഒരു സമാധാനം. ശരിക്കും ഇതിനോടൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നതല്ല. പക്ഷേ സാവിത്രി തന്നെ പെടുത്തിയത് തന്നെയാണ്. കാവി ചുറ്റി രുദ്രാക്ഷമാലയിട്ട് മേലാസകലം ഭസ്മം പൂശി നടക്കുന്നവരോട് രുദ്രന് ഒരു ബഹുമാനവും തോന്നിയിട്ടില്ല. ഒരിഷ്ടവും അങ്ങനെ തോന്നാറുമില്ല. ദുഷ്ടവും പാപവങ്കിലവുമായ ഹൃദയം മറച്ച് അവരണിഞ്ഞ ഒരു വേഷം എന്നെ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാവ്യെടുത്തവരെ കാണുമ്പോൾ സർവസംഘ പരിത്യാഗികളെ ഭാവിച്ചു നടക്കുന്നവരിൽ ഏറെ പൂച്ച സന്യാസികളും തട്ടിപ്പുകാരുമാണെന്ന് അറിയാം. ജീവിതത്തിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അതൊക്കെ മറന്ന് പച്ചയായ ജീവിതം ഇങ്ങനെ തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കും. ദേവിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വിശുദ്ധമായ ഒരു ആത്മാവിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ആഗ്രഹാനമായ നോട്ടവും രാഗദോഷങ്ങളുടെ മറുകര കടന്ന പ്രശാന്തതയും രുദ്രനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. നമുക്കൊട്ടും സമയം കളയാനില്ല രുദ്ര. മോഹിപ്പിച്ചുകൊണ്ട് സാവിത്രി രുദ്രനെ വിളിച്ചു. ആരതിയുടെ വേഷത്തിൽ സാവിത്രിയുടെ നടനം. അമ്മാ മഹാമായി കാത്തോളനെ. രുദ്രൻ്റെ ആത്മകഥം കണ്ടിട്ടാവണം സാവിത്രി ഒന്നുറക്കെ ചിരിച്ചു. സാവിത്രി, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കെന്താണ് സംഭവിച്ചത്? രുദ്രൻ്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖമൊന്നു മങ്ങി. അവൾ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി സങ്കടങ്ങളുണ്ടായിരുന്നു. ഒരാത്മാവിന് ഇത്രയേറെ സങ്കടം ഉണ്ടാവാൻ എന്താണെന്ന് രുദ്രന് ആലോചിക്കാതിരുന്നില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സങ്കടങ്ങൾ ഒതുക്കി വെച്ച് പൂജയും തേവാരും പ്രാർത്ഥനയും കൊണ്ട് മനസ്സിനെ സ്വസ്ഥവും ശാന്തവുമാക്കി ഏകാന്തമായ ഒരാത്മാവിനെ പോലെ സാവിത്രി ജീവിച്ചു എന്നത് മനസ്സിലാകുമായിരുന്നു. എന്താണ് സാവിത്രി, നിനക്കൊന്ന് പറഞ്ഞൂടെ? രുദ്ര, ഒരാത്മാവും ഒരു മനുഷ്യനും തമ്മിൽ സംസാരിക്കുക. അത് അവളുടെ പഴയ കാലത്തെക്കുറിച്ച്. ശരിക്കും ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരാളും എന്നോടിങ്ങനെ ചേർത്ത് നിർത്തി ചോദിച്ചിട്ട് പോലുമില്ല. ശരിക്കും എന്താണ് സംഭവിച്ചത്? സ്നേഹിച്ചുപോയി, മനസ്സറിഞ്ഞ് സ്നേഹിച്ചുപോയി. നസ്രാണിയാണെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും. എന്നിട്ട് നിങ്ങളൊന്നായില്ലേ? ഇല്ല. മന്ത്രങ്ങൾ പഠിക്കുവാനും അവ തറവാട്ടിൽ നിന്നും ചോർത്തുവാനും വന്ന ചാരൻ എന്ന പേരുകുത്തി അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. ആര്? നമ്മുടെ തറവാട്ടുകാർ. അപ്പോൾ നിനക്കെങ്ങനെ? 2 മാസം ഗർഭിണിയായിരുന്നു ഞാൻ. സത്യങ്ങൾ ലോകത്തോട് വിളിച്ചുമറിയുമെന്നായപ്പോൾ വല്യമാമ എന്നെ ഒരു അറയിലിട്ട് പൂട്ടി. എൻ്റെ നിലവിളികൾ ആരും കേട്ടില്ല.
എൻ്റെ വയറ്റിൽ ജീവിക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ പോലും ആരും വിലവെച്ചില്ല. ഒടുവിൽ വിശന്നു വലഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞും. നിന്നോട് ചെയ്തവരോടെല്ലാം നിനക്ക് പ്രതികാരം തീർത്തില്ലേ? ഇനിയും ആരോടാ? എന്നോടാണോ? എല്ലാം നശിക്കണം. ഈ തറവാട് നിലംപൊത്തണം. സർവദിഷ്ട ഫലപ്രധാന നിപുണീധ്യായോ ചതുർഹാം സദാം അകം ഹര പുളകഭൂഷണിയും ആശ്രയന്തി ദൃഗഗനാം നോപോ മുകളാംഭരണം തമൂലം അംഗീകൃതകാകല ബുബുലി പരാഗലീല മംഗല്യേ തസ്തു മമ മംഗല്യേ ദേവതായ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് രുദ്ര. നീ എന്നെ സ്നേഹിക്കുകയല്ല, എന്നെ ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സാവിത്രി. ഒരു മനുഷ്യനായ നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു? നിന്നെയും എൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണ്ടേ? ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ സാവിത്രി? നിനക്ക് ഞാൻ മോക്ഷം തരട്ടെ. നിനക്കറിയോ രുദ്ര, തെക്കേ തൊടിയിലെ കാഞ്ഞിരത്തിൽ തളച്ചിരിക്കുന്ന എൻ്റെ നസ്രാണിയെ, അവനില്ലാതെ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നീ കാണുന്നില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല സാവിത്രി. അതാണ്, നിനക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് രുദ്ര. തൻ്റെ സ്വപ്നഭംഗങ്ങൾ, നിശബ്ദ ദുഃഖങ്ങൾ, ഏകാന്തമായ നിമിഷങ്ങൾക്കും ഇടയിലൂടെ കാലം കടന്നുപോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒറ്റപ്പെട്ടുപോയ ചില നിമിഷങ്ങൾ ഒഴിച്ചാൽ തൻ്റെ ജീവിതം ശൂന്യമായിരുന്നു, തരിശായിരുന്നു. ആ തരിശ് നിലത്തിന് മീതെ ഋതുക്കൾ നിശബ്ദം കടന്നുപോയി. ഉച്ചകൾ മേയുന്ന ആകാശം ആ തരിശു നിലത്തിന് മീതെ മെയിൽ വർഷിച്ച് ഒരു പൂവോ തളിരോ ശേഷിക്കാതെ ഋതുഭംഗികളെ സ്വപ്നം കണ്ടുകിടക്കുന്ന തരിശു നിലത്തിന് മുകളിൽ വീശുന്ന കാറ്റുകൾ, അതിൽ എൻ്റെ നെടുവീർപ്പുകളായിരുന്നു. ഞാനും എൻ്റെ നസ്രാണിയും നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ അത്രയും കരിഞ്ഞു തുടങ്ങിയിരുന്നു. കൊട്ടി വിളിച്ചിട്ടും തുറക്കപ്പെടാത്ത വാതിലുകൾക്ക് മുമ്പിൽ നിന്നും രാശിയുടെ നടക്കുന്നവരുടെ മേൽ ഗ്രീഷ്മ മധ്യാഹ്നങ്ങൾ വർഷിക്കുന്നവയിൽ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഇക്കാലം അത്രയും കൊണ്ടു നടന്ന സ്വപ്നങ്ങൾ പോലും കരിഞ്ഞു പോകുന്നത് പോലെ. താൻ ശരിക്കും പെടുകയായിരുന്നു സാവിത്രി. കുളിതെറ്റിയ നാൾ മുതൽ ഭ്രഷ്ട് കൽപ്പിക്കുന്നവളെ പോലെയായിരുന്നു ഞാൻ. എന്നിട്ട് നിരത്തുകളിൽ അവരുടെ നിഴലുകൾ കണ്ട് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളിലിരുന്ന് ചെകുത്താന്മാർ പല്ലിടിച്ച പോലെ അമർത്തിയ പരിഹാസച്ചിരികളും അട്ടഹാസങ്ങളും കേട്ടുകൊണ്ട് വെയിൽ അങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ. എൻ്റെ നഷ്ടങ്ങൾ അത്രയും എനിക്ക് തിരിച്ചു പിടിക്കണം രുദ്ര. സാവിത്രി, ഞാനും ആരതിയും ഇതിലൊന്നും അറിയുന്നവരല്ല. പക്ഷേ നിന്റെ പ്രതികാരത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾ. അവളൊന്ന് ഉറക്കെ ചിരിച്ചു. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്നും മുറിയിലിട്ടുപോയ തറവാട് അന്യം നിന്നു പോട്ടെ. ശരിക്കും നിനക്കെന്നോട് ദേഷ്യമാണോ അതോ പകയാണോ സ്നേഹമാണോ സാവിത്രി? സാവിത്രി എന്ന ആത്മാവ് ഒരല്പം പകച്ചുപോയിട്ടുണ്ട്. കാരണം അവൾക്ക് തന്നെ അറിയില്ല എന്നോട് എന്താണെന്ന്. അലഞ്ഞു നടക്കാതെ നിനക്ക് ആത്മശാന്തി കിട്ടണ്ടേ? പ്രത്യാശയുടെ ഒരു തിരി ഹൃദയത്തിലിട്ടുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്ക് മുട്ടുമ്പോൾ പഴയ വാഗ്ദാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ആരും വാതിൽ തുറക്കുന്നുമില്ല. ആരെങ്കിലും വന്ന് മുട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് അകത്തുനിന്ന് തഴുതപ്പെട്ട വാതിലുകൾക്കുള്ളിൽ കേൾക്കുന്ന അമർത്തിയ പരിഹാസച്ചിരികൾ കേൾക്കുകയും ചെയ്യുന്നു. പഴയ വചനങ്ങളും പഴയ വാഗ്ദാനങ്ങളും നിർത്തർഹമാക്കി തീർക്കുന്നത് പോലെ മുട്ടിമുട്ടി വിളിച്ചിട്ടും തുറക്കപ്പെടാത്ത വാതിലുകൾ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും മരണവിളിക്കായി കാത്തുകിടന്ന നാളുകൾ. എന്നിട്ടും നീ ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ, നിനക്ക് ആത്മശാന്തി വേണമെന്ന്. തിരിച്ചു തരാൻ കഴിയുമോ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ നസ്രാണിയെയും? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ സാവിത്രി. പഴയ കാരണവന്മാരല്ലേ, അതിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടോ? ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കാലം അത്രയും കൊണ്ടു നടന്ന സ്വപ്നങ്ങൾ പോലും കരിഞ്ഞുപോയി രുദ്ര. തിരിച്ചു മടങ്ങണം സാവിത്രി. ആകാശത്ത് ഒരു നക്ഷത്രമായി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു സാവിത്രിയുടെ കഥയുണ്ടാവണം. സാവിത്രി ഒന്നുറക്കെ ചിരിച്ചു. അവളുടെ ചിരിയിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ആത്മപീഡകൾ സ്വന്തം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാവമായിരുന്നു അവൾക്ക്. ഒറ്റപ്പെട്ട ഒരാളുടെ നിശബ്ദതയും ഗഹനങ്ങളും വ്യസനങ്ങളും ആത്മനിന്ദയുടെയും സമൂഹത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരാളുടെ ക്രോധവും അവളുടെ ഉള്ളിൽ കെട്ടുപിണഞ്ഞ് കിടന്നിരുന്നു. പ്രപഞ്ചത്തെയും സമൂഹത്തെയും കാലത്തെയും വിചാരണ ചെയ്യപ്പെടുന്ന സാവിത്രിയുടെ മനസ്സിൻ്റെ പകകളെ രുദ്രൻ നെടുവീർപ്പുകളിൽ അഴിച്ചുവിട്ടു. സ്നേഹശൂന്യമായ
ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ കയ്പ് സാവിത്രി അപ്പോഴും അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. സങ്കടങ്ങളും പരാതികളും സ്വപ്നങ്ങളും നിരർത്ഥകമായി തീരുന്ന അവൻ്റെ കാലഘട്ടത്തിൽ അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. സാവിത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ നസ്രാണിയെ നിനക്കൊന്ന് സ്വതന്ത്രമാക്കിക്കൂടെ? ഞാൻ അവനെ കൂടി സ്വതന്ത്രമാക്കിയാൽ നിനക്കുള്ള ഈ പ്രതികാരത്തിൽ എന്നെയും നീ ഇല്ലാതാക്കില്ലേ? തറവാട്ടിലെ ഗർഭിണിയായ ഒരു പെണ്ണിനെ അവരുടെ വിധിക്കെറിഞ്ഞു കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കുന്ന തറവാട്ടുകാരെക്കുറിച്ച് എന്തു ചെയ്യണം എന്ന് പറയണം. പകയും അമർഷവും വിങ്ങുന്ന സ്വരത്തിൽ സാവിത്രി ചോദിച്ചു. രുദ്രൻ അറിയോ, എൻ്റെ അച്ഛനെ കണ്ടുപോലും എനിക്ക് ഓർമ്മയില്ല. ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യൻ ഇതുവരെ തിരിച്ചു വന്നിട്ട് പോലുമില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല. ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത ഒരാളിനു വേണ്ടി എൻ്റെ അമ്മ കാത്തിരിക്കും. അമ്മയോടൊപ്പം ഞാനും. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ് സാവിത്രി? അമ്മയുടെ പോക്കോടുകൂടി ഞാൻ ഒറ്റയ്ക്കായില്ലേ രുദ്ര? എന്നിട്ട് അമ്മയും കൂടി പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അങ്ങനെയാണല്ലോ ഞാൻ നസ്രാണിയെ കാണുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ജീവിതം തേടി ആ മഹാനഗരത്തിലെത്തി. ഭാവിയെക്കുറിച്ചുള്ള തിളങ്ങുന്ന പ്രതീക്ഷകളോടെ നഗരത്തിൽ വന്നിറങ്ങിയ അയാൾക്ക് പിന്നീടാണ് മനസ്സിലായത് മഹാനഗരം മോഹങ്ങൾ മാത്രമാണെന്ന്. അകലെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ എന്തോ ഒന്ന്. അതിനിടയിൽ യാദൃച്ഛികമായി കയറിച്ചെന്ന് ഞാനും. പകുട്ടും പ്രൗഢിയും ഗാംഭീര്യവും ആളുകളെ ആകർഷിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തറവാടും അയാളെ ആകർഷിച്ചിട്ടുണ്ടാവണം. അനേകം നിലകളുള്ള വിദൂരതയിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ഒരു പളുങ്കു കൊട്ടാരം പോലെയാണല്ലോ നമ്മുടെ ഇല്ലം. അകലെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു സ്വപ്നഭൂമിയാണ്, വാഗ്ദത്ത ഭൂമിയാണ്. സകല ബാഹ്യമോടികളും അത് കാട്ടി അങ്ങനെ നിൽക്കും. പുരുഷാരങ്ങളെ ആകർഷിക്കുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ട് അതിൻ്റെ ഗോപുരം കടന്നു വരുന്നവർ അപ്പോൾ അറിയുന്നില്ല തങ്ങൾ പ്രവേശിക്കുന്നത് ആചാരങ്ങൾ കുടികൊള്ളുന്ന ഒരു തറവാട്ടിലേക്കാണെന്ന്. തറവാടും ഞാനും അവൻ്റെ കണ്ണുകളെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. പിന്നെ ഒരുതരം സ്വപ്നവിഭ്രാന്തിയിലാണ്. കുളവും തൊടിയും സർപ്പക്കാവുമൊക്കെ അവനെ വളരെ ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അവൻ എന്നെ ചേർത്ത് പിടിക്കും. എൻ്റെ കരിവളകൾ അവൻ്റെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞ് പൊളിഞ്ഞു വീഴും. നിലമേൽപ്പിക്കുന്ന പോറലുകൾ ചിലപ്പോഴൊക്കെ ശരീരഭാഗങ്ങളിൽ ബാക്കി പത്രമായി കിടന്നു. അവനെ ഇല്ലത്തിനെ വിളിച്ചിരുന്നത് യക്ഷിക്കൊട്ടാരം എന്നാണ്. സ്ഥലകാലബോധം വിസ്മരിപ്പിക്കുന്ന യക്ഷി കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ കുറേ നിസ്സഹായനായി അലഞ്ഞു തിരിഞ്ഞതിൻ്റെ ഓർമ്മ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എനിക്ക് മാസമുറ തെറ്റിയെന്നറിഞ്ഞപ്പോൾ മുതൽ അവൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ. ഇടയ്ക്ക് അവൻ പറയും, ഋഷികേശിലേക്കോ ഹരിദ്വാറിലേക്കോ ഗംഗയുടെ തീരങ്ങളിലേക്കോ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലേക്കോ. പക്ഷേ അവനെ പോകാൻ സമ്മതിച്ചില്ല. സ്നേഹബന്ധങ്ങൾ വഴി തടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഗർഭിണിയായിരുന്ന എൻ്റെ വയറിനോട് തലചേർത്ത് വെച്ച് വന്നിരിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷവതിയായിരുന്നു ഞാൻ. പിന്നെയും രക്ഷ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. ജീവിതം നിശബ്ദമാക്കിയ ഒരു ധ്യാനമാക്കി തീർത്തു ഞാൻ. യക്ഷിക്കൊട്ടാരത്തിൻ്റെ ഇടനാഴിയിലും കുളക്കടവിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമുള്ള ജീവിതമായിരുന്നില്ലേ അത്? ആരും അറിയാതെയുള്ള അവിഹിത ബന്ധത്തിൽ അവിഹിത ശിശുവിനും എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? എങ്ങനെയാണ് നസ്രാണി കൊല്ലപ്പെടുന്നത്? അമ്മാവന്മാർ കുരുതിയൊരുക്കിയതാണ് എന്നാണ് കേൾക്കുന്നത്. സാവിത്രി കണ്ടിരുന്നോ എപ്പോഴെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുരുതിയൊരുക്കിയ ആത്മാവിനെ തെക്കേ തൊടിയിലെ കാഞ്ഞിരത്തിൽ തളച്ചതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തറവാട്ടിലെ മുക്കും മൂലയും അറിയാവുന്ന ആളല്ലേ സാവിത്രി? ഇവിടുത്തെ ദൈവങ്ങളിൽ തനിക്ക് വിശ്വാസമില്ലേ? വിശന്ന് മരിക്കുന്ന നേരം ഒരു ദാഹജലം പോലും എത്തിച്ചു തരാൻ തരാത്ത ദൈവങ്ങൾ എന്ത് ദൈവങ്ങളാണോ? രുദ്രൻ വീണ്ടും കണ്ണുകളടച്ച് തന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങി. കവടികൾ നിരത്തി. സാവിത്രി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് രുദ്ര? പറയൂ. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിന് വേണ്ടി ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക. താങ്ക്